വെള്ളമോ വൈദ്യുതിയോ ഇല്ലായിരുന്ന ഒരു ചെറിയ ദ്വീപ് എങ്ങനെയാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരമായി മാറിയത്? 1965 മലേഷ്യയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ സിംഗപ്പൂർ ഏതാണ്ട് തകർച്ചയുടെ വക്കീലായിരുന്ന ഒരു രാജ്യമായിരുന്നു. ആധുനിക ചരിത്രത്തിൽ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി സ്വാതന്ത്ര്യം നേടേണ്ടി വന്ന ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ ഇതായിരിക്കാം. എന്നാൽ പ്രതിസന്ധികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ശൂന്യതയിലേക്ക് ഒരാൾ കടന്നു വന്നു, ലീ കുവാൻ യു. ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ വഴികളൊന്നും തന്നെയല്ല അദ്ദേഹം പിന്തുടർന്നത്. CIA അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചപ്പോൾ ലീ അത് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അമേരിക്കയുടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാവയല്ല. സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ പലരും അസാധ്യമാണെന്ന് പറഞ്ഞ പാതയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. നിയമത്തിന്റെ ഇരുമ്പ് മുഷ്ടി കൊണ്ട് അയാൾ അഴിമതിയുടെ വേരറത്തു. കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും ക്രിമിനൽ കുറ്റമാക്കി മാറ്റി. അതുവരെ പല ഭാഷകളിൽ സംസാരിച്ച് ഭിന്നിച്ചു നിന്ന ജനതയ്ക്ക് മുന്നിൽ അയാൾ ഒരൊറ്റ ഭാഷ വെച്ച് നീട്ടി, ഇംഗ്ലീഷ്. ലോകവുമായി വ്യാപാരം നടത്തണമെങ്കിൽ തന്റെ ജനത ലോകത്തെ നയിക്കണമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അന്ന് അദ്ദേഹം ഏറ്റെടുത്ത ആ ചതുപ്പ് നിലമാണ് ഇന്ന് ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ നഗരരാഷ്ട്രമായി നിലകൊള്ളുന്നത്. എല്ലാവരും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആ രാജ്യം കെട്ടിപ്പടുത്തത് നിശ്ചയദാർഢ്യത്തിലും അച്ചടക്കത്തിലുമാണ്. ഒരു നേതാവിന് വിജയിക്കാൻ വലിയൊരു സൈന്യത്തിന്റെ ആവശ്യമില്ല, വലിയൊരു കാഴ്ചപ്പാട് മാത്രം മതിയെന്ന് ലീ കുവാൻ യു തെളിയിച്ചു. അദ്ദേഹം ഒരു ക്രൂരനായ ഏകാധിപതിയായിരുന്നു, അതോ കിഴക്കൻ ലോകം കണ്ട ഏറ്റവും വലിയ നായകനായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റായി രേഖപ്പെടുത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.